ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തും. നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ട പോലെ പുതിയ ഒരു ഫീച്ചർ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഉള്ളൊരു ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം. ഇല്ലാത്തൊരു അവസാനം വരെ കാണുകൊണ്ടോ, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു രീതിയിൽ നമ്മൾ ഫോൺ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യണം. ഗിയറും ഇതെല്ലാം കൂടെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതിന് ഒരു പുതിയ കിടിലൻ ഫീച്ചർ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ആസ്ക് മാപ്പ്. ഓക്കെ, ഇതൊരു അടിപൊളി ഫീച്ചറാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ലാംഗ്വേജിനും നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഗൂഗിൾ മാപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് തരും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് വൺ ആസ്ക് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ്, ഷോപ്പിംഗ്, അങ്ങനെ പറഞ്ഞേക്കുന്ന ക്ലോത്തിങ്, അങ്ങനെയൊക്കെ പറഞ്ഞേക്കുന്ന ഒരു 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 സെക്ഷനിൻ്റെ ഫസ്റ്റ് വൺ കിടക്കുന്ന ആസ്ക് മാപ്പ് അതെടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ലാംഗ്വേജിലാണോ സംസാരിക്കേണ്ടത് അത് നമുക്ക് സംസാരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിൾ മാപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് പറയാം കേട്ടോ. ഞാൻ ഇവിടുന്ന് കോഴിക്കോടിനേക്കുള്ളൊരു റൂട്ടാണ് സെറ്റ് ചെയ്യാൻ നോക്കുന്നത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എനിക്ക് കലൂരിന്ന് കോഴിക്കോടേക്കുള്ള ഗൂഗിൾ മാപ്പാണ് എനിക്ക് സെറ്റ് ചെയ്ത് തരട്ടെ. എനിക്ക് ട്രാഫിക്ക് കൂടുതലുള്ള എനിക്ക് വേണ്ട. ടോളും എനിക്കൊന്ന് കട്ട് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് പ്രോസസ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരുമോ നോക്കാം റൂട്ട്. ഓക്കെ, അപ്പം എനിക്ക് എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്ത് തന്നിട്ട്, അതായത് പ്രധാനമായി NH-66 ആണ് എല്ലാം പറഞ്ഞത്. ടോളുകൾ ഒഴിവാക്കിയുള്ള ഏകദേശമാണുള്ള ദൂരമാണെന്ന് പറഞ്ഞിരിക്കുന്നത് 153 കിലോമീറ്റർ. സമയം ഏകദേശം ഇന്ന ടൈമിലുള്ളിടത്തും റൂട്ട് കല്ലൂരിയുടെ എടപ്പള്ളി വഴി NH-66 പ്രാവശ്യം കല്ലൂർ, പറവൂർ, കോഴിക്കോട്, പൊന്നാനി, അങ്ങനെ പറയാം നമുക്ക് സിമ്പിൾ. പിന്നെ മറ്റു വഴികളും എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കിപ്പം ഗൂഗിൾ മാപ്പിൻ്റെ ഡയറക്ഷനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. കല്ലൂർ ടു കോഴിക്കോട് എന്നുള്ള അടുത്ത വഴി പറഞ്ഞിട്ട് അതിൻ്റെ ഡയറക്ഷനേക്ക് തന്നിട്ട് പല വഴികളും ഇവർ ചൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയാണ്, എനിക്ക് ഇപ്പം കോഴിക്കോട് എത്തുമ്പോൾ ഉള്ള, അല്ലെങ്കിൽ ഞാൻ കോഴിക്കോടേക്ക് പോകുമ്പോൾ ഉള്ള ഒരു 3 മണിക്കൂറിന് ശേഷം, അല്ലെങ്കിൽ ഒരു 1 മണിക്കൂറിന് ശേഷമുള്ള ഹോട്ടൽസും കൂടി പോകുന്ന വഴിക്ക് കാണിച്ചു തരാൻ പറഞ്ഞു. നമുക്ക് ചോദിച്ചാലോ? ഓക്കെ, ഞാൻ അതുകൊണ്ട് ചോദിക്കണേ. ഞാൻ കല്ലൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുമ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള എനിക്ക് വേണ്ട ഹോട്ടൽസ്, മെയിനായിട്ടുള്ള ഹോട്ടൽസ് ഒന്നും കൂടെ കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, അപ്പം നോക്കിയേ ഫ്രണ്ട്സ്, അടിപൊളി കിഡ് പരിപാടിയാണ്. അത് ഞാൻ ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ, ശരിക്കും ഞാൻ തൃപ്രയാർ ചാവക്കാട് മേഖലയിലാണ് എത്തിച്ചേരുന്നത് പറഞ്ഞാൽ, അതിനകത്ത് നിന്നത് എനിക്ക് ഹോട്ടൽസാണ്. ഒരു ഹോട്ടൽ, അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അടുത്ത ഹോട്ടൽ, ആ പിന്നെ അടുത്ത് കഴിയുമ്പോൾ അടുത്ത ഹോട്ടൽ. ഏത് ഹോട്ടലാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾ പറയണത് എനിക്ക് ടോയ്ലറ്റ്സ്, അല്ലെങ്കിൽ എനിക്ക് ഹോട്ടൽസ് 5 സ്റ്റാറോ അല്ലെ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് ചാർജിങ് സ്റ്റേഷൻസ്, എന്ത് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ആസ്ക് മാപ്പ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു അടിപൊളി ഒരു ഓപ്ഷനാണ്. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI ചോദിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ്. നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്നാലേ നമുക്ക് എന്ത് ചോദിച്ചാലും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് തരും. എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ റൈഡിന് ഇത് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു 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 ഓപ്ഷനാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കുഞ്ഞ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്യുന്ന കുഞ്ഞ് ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ ഓക്കെ, ബൈ, താങ്ക്സ്.